ഹലോ എവ്രി വൺ. സോ റിസർച്ച് മെത്തഡോളജിയിൽ തേർഡ് മൊഡ്യൂളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു സ്റ്റേജസ് ഓഫ് റിസർച്ച് അല്ലെങ്കിൽ സ്റ്റെപ്സ്, പ്രോസസ് ഓഫ് റിസർച്ച് എന്നുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റേജായിട്ട് നമ്മൾ പറഞ്ഞത് ഐഡൻറ്റിഫൈയിങ് ദ പ്രോബ്ലം. അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐഡൻറ്റിഫൈയിങ് ദ പ്രോബ്ലം വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. അപ്പോൾ നമ്മൾ ഒരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റിൽ നിന്നും നമ്മളൊരു പ്രോബ്ലം സെലക്ട് ചെയ്യും. ആ പ്രോബ്ലം സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. സോ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ മെയിനായിട്ടും റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, അതിൻ്റെ ഡെഫിനിഷൻ, പർപ്പസ്, സോഴ്സ്, അതേപോലെ അടുത്ത സ്റ്റേജായിട്ടുള്ള മറ്റൊരു സ്റ്റേജായിട്ടുള്ള ഡാറ്റ കളക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ മൊഡ്യൂളിൽ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുക. സോ ഇത്രയും പോർഷൻസാണ് നമുക്ക് കൂടുതലായിട്ട് ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യം നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, അതിൻ്റെ പർപ്പസ്, സോഴ്സസ് ഏതൊക്കെയാണ്, പ്രിപ്പറേഷൻ ഓഫ് ഇൻഡെക്സ് കാർഡ് എന്ന് പറയുന്ന ടോപ്പിക്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. ദെൻ ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് ആണ്. അതിൽ സ്പെസിഫിക്കലി ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ ആൻഡ് ക്വസ്റ്റ്യനെയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആൻഡ് ഓൾസോ സൈക്കോളജിക്കൽ ടെസ്റ്റസിനെയും സ്കിൽസിനെ പറ്റിയിട്ടും ഈ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്നുള്ളത് നോക്കാം. റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൻ്റെ ഡെഫിനിഷനും അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള ഐഡിയാസൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ UG പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും എന്താണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിനൊരു ഡെഫിനിഷനാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ എന്താണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ? റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എ കളക്റ്റീവ് ബോഡി ഓഫ് വർക്ക്സ് ഡൺ ബൈ ഏർലിയർ സയൻറ്റിസ്റ്റ് ഈസ് ടെക്നിക്കലി കാൾഡ് ലിറ്ററേച്ചർ. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നേ ഉള്ള സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ സ്റ്റഡി നടത്തിയിട്ടുള്ള ആൾക്കാർ അവർ ചെയ്തു വെച്ച വർക്കുകളുടെ ഒരു കൂട്ടത്തിനെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെയാണ്, കളക്ഷനെയാണ് നമ്മൾ ലിറ്ററേച്ചർ എന്ന് പറയുക. ഓക്കെ, സോ എ കളക്റ്റീവ് ബോഡി ഓഫ് വർക്ക്സ് ഡൺ ബൈ ഏർലിയർ സയൻറ്റിസ്റ്റ് ഈസ് ടെക്നിക്കലി കാൾഡ് ലിറ്ററേച്ചർ. നമുക്ക് മുന്നേ ഉള്ള സയൻറ്റിസ്റ്റുകൾ, പഠനം നടത്തിയ ആൾക്കാരുടെ വർക്കുകളുടെ ഒരു കളക്ഷനെയാണ് നമ്മൾ ലിറ്ററേച്ചർ എന്ന് പറയാം. സോ എനി സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് വിത്ത് എ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. അപ്പോൾ നമ്മൾ ഏതൊരു പഠനം സയൻറ്റിഫിക് ആയിട്ടൊരു പഠനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആദ്യഘട്ടമാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്നുള്ളത്. മനസ്സിലായോ? സോ നമ്മൾ ഒരു UG പ്രൊജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റഡി നടത്തുകയാണ്, നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു പ്രൊജക്റ്റിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ ഒരു ഫീൽഡിലുള്ള കുറേ വർക്കുകളും ആ ഒരു ഫീൽഡിലെ കുറേ പഠനങ്ങളും നമ്മൾ വായിച്ചിരിക്കണം അല്ലേ. സോ അങ്ങനെയുള്ള ആ ഒരു പഠനത്തിനെയാണ് ലിറ്ററേച്ചർ എന്ന് പറയാം. സോ അടുത്തൊരു ഡെഫിനിഷനാണ് ദ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഈസ് എ സമ്മറി ഓഫ് ദ റിവ്യൂസ് ഫ്രം വേരിയസ് സോഴ്സസ് ഇൻക്ലൂഡിംഗ് റിസർച്ച് ലിറ്ററേച്ചർ റിലേറ്റഡ് ടു ദ കറൻറ്റ് സ്റ്റഡി ക്യാരിഡ് ഔട്ട് ബൈ ദ റിസർച്ചർ. അതെന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മളൊരു റിസർച്ചറാണ് അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റഡി നടത്തുന്ന ആളാണ്. നമ്മൾ എന്താണോ സ്റ്റഡി ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള മുന്നേ നടന്നിട്ടുള്ള എല്ലാ പഠനങ്ങളുടെയും ഒരു സമ്മറിനെയാണ് നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയാം. സോ ദ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഈസ് എ സമ്മറി ഓഫ് ഓൾ ദ റിവ്യൂസ് ഫ്രം വേരിയസ് സോഴ്സസ് ഇൻക്ലൂഡിംഗ് റിസർച്ച് ലിറ്ററേച്ചർ റിലേറ്റഡ് ടു ദ കറൻറ്റ് സ്റ്റഡി ക്യാരി ഔട്ട് ബൈ ദ റിസർച്ചർ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റഡിക്ക് അല്ലെങ്കിൽ നമ്മളുടെ വേരിയബിളിന്, നമ്മളുടെ ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ട് മുന്നേ ഓൾറെഡി ആൾക്കാർ ചെയ്തിട്ടുള്ള സ്റ്റഡീസിൻ്റെ ഒരു സമ്മറിനെയാണ് നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയാം. ക്ലിയർ? ഓക്കെ, ദെൻ ഏതൊരു റിസർച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു റിസർച്ച് പ്രോസസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. സോ നമ്മളൊരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തിരിക്കേണ്ട അല്ലെങ്കിൽ
എസെൻഷ്യൽ ആയിട്ടുള്ളൊരു പാർട്ടാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ക്രൂഷ്യൽ സ്റ്റെപ്സ് ഇൻ ദ റിസർച്ച് പ്രോസസ്സിൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. മെയിൻലി ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മുന്നേ എന്തൊക്കെ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മുന്നേ എന്തൊക്കെ സ്റ്റഡീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അത് ഓൾറെഡി മുന്നേ പഠിച്ച ആൾക്കാർ ചെയ്ത് വെച്ച് പോയിട്ടുണ്ട് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു സ്റ്റഡിക്ക് റിലവൻസ് ഇല്ല അല്ലേ. സോ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചെയ്യുന്നത്. വാട്ട് ഈസ് ഓൾറെഡി എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഓൾറെഡി ഒരു സ്റ്റഡി ആ ഒരു സെയിം സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള, അല്ലെങ്കിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടോ, ഒരു ഫിനോമിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് മെയിനായിട്ടും ആ ഒരു റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിലൂടെ ഒരു റിസർച്ചർ ചെയ്യുന്നത്. ആൻഡ് മെയിൻലി ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഹെൽപ്സ് ടു വാട്ട് ഈസ് നോൺ ആൻഡ് നോട്ട് നോൺ എബൌട്ട് ദ ഏരിയ ഓഫ് ഇൻക്വയറി. അതായത് ഇപ്പോൾ നമ്മളൊരു സ്റ്റഡി നടത്താമെന്ന് വിചാരിക്കുക, ആ ഒരു സ്റ്റഡി കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആരും ചെയ്യാത്തൊരു ഏരിയ ആണ്. അപ്പം ആ ഒരു ഏരിയയിൽ എന്തൊക്കെ ഇതുവരെ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്തൊക്കെ അറിയാം, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ അറിയാനുണ്ട്, അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ ഉള്ളൊരു വിവരം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഏതിലൂടെയാണ് ഹെൽപ്പ് ചെയ്യാം, ഈ ഒരു റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിലൂടെയാണ് ഹെൽപ്പ് ചെയ്യുക. ആൻഡ് ഡിറ്റർമൈൻസ് ദ ഗ്യാപ്പ്. ഇപ്പം ഒരു സ്റ്റഡി നടത്തി ഇപ്പോൾ ഒരാൾ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക, മറ്റൊരാൾ വേറൊരു സ്റ്റഡി കുറച്ച് കാലത്തിന് ശേഷം. അപ്പം ഇതിൻ്റെ ഇടയിൽ പഠിക്കപ്പെടാതെ പോയ കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പം ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ഗ്യാപ്പിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിലൂടെ നമ്മൾ കൂടുതൽ റിവ്യൂസൊക്കെ വായിച്ചിട്ട് നമ്മളൊരു ഐഡിയ, അല്ലെങ്കിൽ ഒരു ഇൻകൺസിസ്റ്റൻസീസ് ഇൻ എ ബോഡി ഓഫ് നോളജ് എന്ന് പറയുമ്പം ഇനി അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തുന്നത്. സോ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഈസ് നെസസറി ഫോർ ഡെവലപ്പിംഗ് ഹൈപ്പോത്തിസിസ്. അപ്പം നമ്മൾ പറഞ്ഞു ഒരു പ്രോബ്ലം സെലക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞു. സോ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പം പ്രോബ്ലം സെലക്ട് ചെയ്യാൻ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യാൻ, അതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളിലേക്കും ഇൻക്ലൂഡിങ് മെത്തഡോളജി പ്ലാൻ ചെയ്യാൻ, ഇത് റിസർച്ച് ഡിസൈൻ യൂസ് ചെയ്യണം തീരുമാനിക്കാൻ, ഡാറ്റ കളക്ഷൻ മെത്തേഡ് ഏത് യൂസ് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഴ്സാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് കണ്ടൻറ്റിലേക്ക് പോവുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ പർപ്പസാണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ഞാൻ വീഡിയോ കുറേ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ജസ്റ്റ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം കേട്ടോ. കാരണം റിസർച്ച് ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, അപ്പോൾ ഒരുപാട് ലെങ്ത് ആയിപ്പോവും വീഡിയോ. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്ത് പോവാം കേട്ടോ. എല്ലാം കവർ ചെയ്യുന്നുണ്ട്, അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ പറയുന്ന പോലെ പറയുന്നില്ല. ഓക്കെ, സോ പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പം എന്തിനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കുറച്ച് സബ് ഹെഡിങ്സ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതിലൊന്നാമത്താണ് ഐഡൻറ്റിഫൈങ് വേരിയബിൾസ് റിലവൻറ്റ് ഫോർ റിസർച്ച്. Okay, so when the researcher makes a careful review of literature, he become aware of important and unimportant variables in the concerned area of research. So നമ്മളൊരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലേ, നമ്മൾ ഇതാണ് പഠിക്കേണ്ടത്. ആക്ച്വൽ റിസർച്ചർക്ക് ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ യുജിക്കൊക്കെ ആർക്കോ വേണ്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കിട്ടിയ ടോപ്പിക്കൊക്കെ എടുത്തിട്ട് വരും. സോ റിയലായിട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ജെന്യൂനായിട്ടൊരു പഠനം നടത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആൾക്കൊരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. സോ നമ്മൾ ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ വായിക്കുന്ന സമയത്താണ് ആ ഒരു ഏരിയയിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ റിലവൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് ഏതാണെന്നുള്ളതും, അല്ലെങ്കിൽ ഇനി ഓൾറെഡി പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് ഏതാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ആരെ ഹെൽപ്പ് ചെയ്യും, ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു റിസർച്ചർ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റിൽ പഠനം നടത്താൻ വിചാരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പം
ആൾ ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ വായിക്കുന്ന സമയത്താണ് ആ ഒരു ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേരിയബിൾസിനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ he or she become aware of the important and unimportant variables in the concerned area of research. Okay, so a careful review also helps the researcher in selecting the variables lying with the scope of his interest. He identifying operationalizing variables and identifying variables which are conceptually and പ്രാക്ടിക്കലി ഇമ്പോർട്ടൻറ്റ്. സെയിം തിങ് ആണ്. നമ്മൾ ഇതിലൂടെയാണ് ആളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിൽ എന്തൊക്കെ വേരിയബിളാണ് പ്രാക്ടിക്കലി ഇമ്പോർട്ടൻറ്റ്, കൺസെപ്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് എന്നൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിവ്യൂസ് വായിച്ച് നോക്കണം. സോ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഓൺ ദ വോൾ പ്രിപ്പയർസ് ദ റിസർച്ചർ ടു ഫോർമുലേറ്റ് എ റിസർച്ചബിൾ പ്രോബ്ലം ഇൻ വിച്ച് കൺസെപ്ച്വലി ആൻഡ് പ്രാക്ടിക്കലി ഇമ്പോർട്ടൻറ്റ് വേരിയബിൾസ് ആർ ടു ബി സെലക്റ്റഡ്. സോ ഈ ഒരു റിസർച്ച് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് റിസർച്ചർക്ക് ആൾ ഏത് പ്രോബ്ലം സെലക്ട് ചെയ്യണം, അത് കോൺസെപ്ച്വലി ആൻഡ് പ്രാക്ടിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏത് വേരിയബിൾസ് സെലക്ട് ചെയ്യണം എന്നൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറാണ്. ആൻഡ് സെക്കൻഡ് പോയിൻ്റാണ്, സെക്കൻഡ് പർപ്പസ്, സെക്കൻഡ് ഒബ്ജക്റ്റീവ് ആണ് അവോയ്ഡൻസ് ഓഫ് റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ ടു അവോയ്ഡ് ദ റിപ്പീറ്റേഷൻ ഓഫ് സ്റ്റഡീസ്. സോ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിലൂടെ റിസർച്ചർക്ക് കിട്ടുന്ന മറ്റൊരു ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് ഫോർ അവോയ്ഡിങ് എനി ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ഡൺ ഏർലിയർ. സോ നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യാൻ വിചാരിക്കുകയാണ്, പക്ഷേ ഇത് നമുക്കറിയില്ല ആരൊക്കെയോ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച വർക്ക് ഓൾറെഡി കുറേ ആൾക്കാർ അല്ലെങ്കിൽ 1-2 ആൾക്കാർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വേരിയബിൾസിൽ തന്നെ ആ സാമ്പിളിൽ തന്നെ നമ്മൾ വേറൊരു വർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിൽ റെലവൻസ് ഇല്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ വായിച്ച സമയത്ത് നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിലുള്ള സെയിം ആ ഒരു ഏരിയയിൽ ആരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ള ഒരു കാര്യം നമുക്ക് കിട്ടും. സോ ആ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. സോ നമ്മളിപ്പോൾ ഒരു പുതിയൊരു സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഫൗണ്ടേഷനായിട്ട് അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്താണ്, മുന്നേ പഠിച്ച സ്റ്റഡീസാണ്. അപ്പോൾ ആ മുന്നേ പഠിച്ച സ്റ്റഡീസ് പ്രെയർ സ്റ്റഡീസാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റഡീൻ്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, മുന്നേ പഠിച്ചു വെച്ച സ്റ്റഡീസാണ്. അപ്പോൾ ഈ മുന്നേ പഠിച്ചു വെച്ച സ്റ്റഡീസ് അല്ലെങ്കിൽ ആ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ വായിക്കുന്ന സമയത്താണ് നമുക്കൊരു ക്ലിയർ കട്ടായിട്ടുള്ള ഐഡിയ കിട്ടുക. ഓക്കെ, സോ ചില കേസിൽ ദ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് റെപ്ലിക്കേഷൻ ഓഫ് പ്രെയർ സ്റ്റഡീസ് ബിക്കം എസെൻഷ്യൽ. ചില കേസിൽ ഓൾറെഡി പഠിച്ചു വച്ചിട്ടുള്ള സ്റ്റഡീസ് അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ ചില സമയത്ത് എസെൻഷ്യലാണ്. അതിൻ്റെ ഒരു റീസൺ എന്താ, വെൻ ദ റിസർച്ചർ വാണ്ട്സ് ടു ടെസ്റ്റ് ദ വാലിഡിറ്റി ഓഫ് ദ ഏർലിയർ സ്റ്റഡീസ്. ഇപ്പോൾ ചില സ്റ്റഡീസ് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ച സ്റ്റഡീസ് വീണ്ടും ചെയ്യാറുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ടെസ്റ്റിൻ്റെ വാലിഡിറ്റി എത്രത്തോളം ആ ഒരു ചെയ്തു വെച്ച ടെസ്റ്റ് വാലിഡ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വീണ്ടും ചില സമയത്ത് പ്രെയർ വർക്ക്സുകൾ അല്ലെങ്കിൽ പ്രെയർ സ്റ്റഡീസുകൾ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ റെപ്ലിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു സ്റ്റഡി ഒരാൾ പഠിച്ചു വെച്ചു, ആ ഒരു സ്റ്റഡീനെ വീണ്ടും നമ്മൾ സെയിം കോണ്ടസ്റ്റിൽ റിപ്പീറ്റ് ചെയ്യും, ആ ഒരു സ്റ്റഡി എത്രത്തോളം വാലിഡ് ആണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈങ് വേരിയബിൾസ് റിലവൻറ്റ് ഫോർ റിസർച്ച്, രണ്ടാമത്തെ അവോയ്ഡൻസ് ഓഫ് റിപ്പീറ്റേഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് സിന്തസിസ് ഓഫ് പ്രെയർ വർക്ക്സ്. സിന്തസിസ് ഓഫ് പ്രെയർ വർക്ക്സ് എന്ന് പറയുമ്പം എ കെയർഫുൾ റിവ്യൂ ഓഫ് ദ ലിറ്ററേച്ചർ എനാബിൾസ് എ റിസർച്ചർ ടു കളക്ട് ആൻഡ് സിന്തസൈസ് പ്രെയർ സ്റ്റഡീസ് റിലേറ്റഡ് ടു ദ പ്രസൻറ്റ് സ്റ്റഡി. ഓക്കെ, സോ സിന്തസിസ് ഓഫ് പ്രെയർ വർക്ക്സ് എന്ന് പറയുമ്പം സോ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ കുറേ മുന്നേയുള്ള വർക്ക്സുകൾ വായിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കിൻ്റെ അല്ലെങ്കിൽ പ്രസൻറ്റ് സ്റ്റഡിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രെയർ സ്റ്റഡീസ്, ഇപ്പോൾ നമ്മൾ ഒരു
പാരൻറ്റിങ് സ്ട്രെസ്സിൻ്റെയും പാരൻറ്റിങ് സ്റ്റൈലിൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു സ്റ്റഡി ആണെന്ന് വിചാരിക്കുക. അപ്പം ആ ഒരു സ്റ്റഡീന് കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റഡീസിനെ പറ്റിയും നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റഡീസിൻ്റെയും റിവ്യൂവിനെ പറ്റിയിട്ട് നമുക്കൊരു ഒരു സമ്മറി അല്ലെങ്കിൽ അങ്ങനെ ഒരു റിവ്യൂവിൻ്റെ ഒരു സിന്തസിസ് നമുക്ക് ഉണ്ടാക്കാം. സോ അത്രയും സ്റ്റഡീസ് നമ്മൾ പഠിക്കും അല്ലെങ്കിൽ മനസ്സിലാക്കാനും പറ്റും. സോ നമ്മളുടെ പ്രസൻറ്റ് സ്റ്റഡിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രെയർ വർക്ക്സുകൾ നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റും. സോ ഇതിലൂടെ നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അറിയാൻ പറ്റുന്ന ഒരു കാര്യം, ടു ഐഡൻറ്റിഫൈ ദ സിഗ്നിഫിക്കൻറ്റ് ഓവർലാപ്സ് ആൻഡ് ഗ്യാപ്സ് എമംഗ് ദ പ്രെയർ വർക്ക്സ്. സോ ഈ ഒരു ഏരിയയിൽ കുറേ വാക്കുകൾ ചെയ്തിട്ടുണ്ട്. ആ വാക്കുകൾ തമ്മിലുള്ള ഓവർലാപ്സും എന്തെങ്കിലും ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഡിറ്റർമൈനിങ് മീനിങ് ആൻഡ് റിലേഷൻഷിപ്പ് എമംഗ് വേരിയബിൾസ്. സോ ഡിറ്റർമൈനിങ് മീനിങ് ആൻഡ് റിലേഷൻഷിപ്പ് എമംഗ് വേരിയബിൾസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു ഏരിയയിൽ സ്റ്റഡി ചെയ്യാമെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു വേരിയബിൾ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം ആ ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറേ റിവ്യൂസ് വായിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വേരിയബിൾ അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡിലുള്ള ഒരു വേരിയബിളിനെ ആ സാമ്പിളിൽ തന്നെ വേറെ പല സ്റ്റഡീസും അല്ലെങ്കിൽ പല വേരിയബിൾസ് വെച്ചിട്ടും കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. സോ അതിലൂടെ നമുക്ക് നമ്മൾ മനസ്സിൽ വിചാരിച്ച വേരിയബിളും അല്ലെങ്കിൽ മറ്റുള്ള വേരിയബിളും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആ റിലേഷൻഷിപ്പിൽ നിന്നും അങ്ങനെ മനസ്സിലാക്കിയിട്ട് നമുക്ക് വേറെ വേരിയബിൾസിലുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. ഓക്കെ, സോ നമ്മളുടെ മനസ്സിലുള്ള ഒരു വേരിയബിൾ അല്ലെങ്കിൽ നമ്മൾ പഠനം നടത്താൻ വിചാരിച്ചിട്ടുള്ള വേരിയബിൾസ് തമ്മിൽ ആ വേരിയബിളും വേറെ എന്തെങ്കിലും വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ, ആ വേരിയബിളിന് വേറെ എന്തെങ്കിലും വേരിയബിളുമായിട്ട് കണക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അതെന്തിനെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിവ്യൂസ് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഓൾറെഡി അതുമായിട്ട് ചിലപ്പോൾ വേറെ ആരെങ്കിലും പഠനങ്ങൾ നടത്തിയിരിക്കാം. അത് നമ്മളുടെ റിസർച്ചിനൊരു വഴിത്തിരിവാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പാർക്ക് നമുക്ക് കിട്ടാം. സോ എ കെയർഫുൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എനാബിൾസ് എ റിസർച്ചർ ഇൻ ഡിസ്കവറിങ് ഇമ്പോർട്ടൻറ്റ് വേരിയബിൾസ് റിലവൻറ്റ് ടു ദ ഏരിയ ഓഫ് ദ പ്രസൻറ്റ് റിസർച്ച്. സോ നമ്മളിങ്ങനെ വായിക്കുന്ന സമയത്തായിരിക്കും ഇപ്പോൾ നമ്മൾ വിചാരിച്ച ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു വേരിയബിളാണെന്ന് വിചാരിക്കുക. സോ ആ ജോബ് സാറ്റിസ്ഫാക്ഷൻ പല ആൾക്കാരും ചെയ്തിട്ടുണ്ടാവും. അപ്പം അവർ നടത്തിയ സ്റ്റഡിയിൽ നിന്നായിരിക്കും നമ്മൾ വിചാരിക്കാത്ത വേരിയബിളോ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും വേരിയബിൾ തമ്മിൽ വല്ല ബന്ധമോ റിലേഷൻഷിപ്പോ ഒക്കെ ഉണ്ടാവും. സോ അത് വെച്ചിട്ട് നമുക്ക് വേറെ പുതിയ വേരിയബിളുമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെയുള്ള പല രീതിയിലുള്ള കണക്ഷൻസും റിലേഷൻഷിപ്പും നമുക്ക് ഈ ഒരു റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ വായിക്കുന്നതിലൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. സോ for conducting a scientific study, the relationship between the different variables must be explored by reviewing the literature so that a good context may be built up for subsequent researches. So നമുക്ക് ഇങ്ങനെ നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ വായിക്കുന്നതിലൂടെ നമുക്ക് കുറേ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഈ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള ഒരു തിയറി അല്ലെങ്കിൽ അങ്ങനെയുള്ള പഠനങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള റിസർച്ചുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് മെയിനായിട്ടുള്ള പർപ്പസ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഐഡൻറ്റിഫൈങ് വേരിയബിൾസ് റിലവൻറ്റ് ഫോർ റിസർച്ച്. സെക്കൻഡ് വൺ ഈസ് അവോയ്ഡൻസ് ഓഫ് റിപ്പിറ്റേഷൻ. തേർഡ് വൺ ഈസ് സിന്തസിസ് ഓഫ് പ്രെയർ വർക്ക്സ് ആൻഡ് ഡിറ്റർമൈനിങ് മീനിങ് ആൻഡ് റിലേഷൻഷിപ്പ് എമംഗ് വേരിയബിൾസ്. ഇപ്പോൾ ഇതാണ് ജനറലായിട്ട് നമ്മൾ പറഞ്ഞത്. ഇനി ഇത് നമ്മളൊരു കാറ്റഗറി ആയിട്ട് പറഞ്ഞു, ഓരോന്നിനും ഓരോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ജനറലായിട്ട് നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ടു ആർഗ്യൂ ഫോർ ദ റിലവൻസ് ആൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ റിസർച്ച് ക്വസ്റ്റ്യൻ. നമ്മൾ ചെയ്യുന്ന നമ്മൾ തിരഞ്ഞെടുത്തുള്ള റിസർച്ച് പ്രോബ്ലം എത്രത്തോളം റിലവൻ്റ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം സിഗ്നിഫിക്കൻസ് ആണ്. നമ്മളിപ്പോൾ വെറുതെ ഓൾറെഡി ചെയ്തൊരു കാര്യം നമ്മൾ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. സോ അങ്ങനെ എത്രത്തോളം സിഗ്നിഫിക്കൻസ് ആണ്, റിലവൻ്റ് ആണെന്നൊക്കെ മനസ്സിലാക്കാൻ. ടു പ്രൊവൈഡ് ദ കോണ്ടെക്സ്റ്റ് ഫോർ വൺസ് ഓൺ മെത്തഡോളജിക്കൽ അപ്രോച്ച്.
സോ നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ വായിക്കുന്ന സമയത്ത് നമ്മൾ ഏത് രീതിയിലൂടെ ഏത് മെത്തേഡിലൂടെ ഈ ഒരു പ്രോബ്ലത്തിന് അപ്പിയർ ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചുള്ളൊരു ധാരണ നമുക്ക് കിട്ടും. ആൻഡ് ടു എസ്റ്റാബ്ലിഷ് വൺസ് ഓൺ ക്രെഡിബിലിറ്റി ആസ് എ നോളജബിൾ ആൻഡ് capable researcher. സോ നമ്മളിങ്ങനെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ്, ഒരുപാട് നോളജും കാര്യങ്ങളൊക്കെ റിസർച്ചർക്ക് കിട്ടും. സോ അത് ഒരു ക്രെഡിറ്റായിട്ട് നമുക്ക് റിസർച്ചർ ഒരു ക്രെഡിറ്റായിട്ട് തന്നെ പറയാം. ഒരുപാട് വായിക്കുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള ഇൻഫോർമേഷൻസും നോളജും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലേ. ആൻഡ് ടു ആർഗ്യൂ ഫോർ ദ റിലവൻസ് ആൻഡ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് വൺസ് ഓൺ അപ്രോച്ച്, നമ്മളുടെ ആ റിസർച്ച് ക്വസ്റ്റ്യൻ എത്രത്തോളം റിലവൻ്റ് ആണ്, എത്രത്തോളം അപ്രോപ്രിയേറ്റ് ആണ്, അപ്രോച്ചസ് എത്രത്തോളം അപ്രോപ്രിയേറ്റ് ആണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിലൂടെ ഐഡിയ കിട്ടും എന്നാണ് പറയുന്നത്. ഇനി സെക്കൻഡ് ടോപ്പിക്കാണ് സോഴ്സസ് ഓഫ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ഇതുവരെ നമ്മൾ പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ്സ് എന്തിനൊക്കെയാണ് നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് സോഴ്സസ് ഓഫ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. സോഴ്സസ് ഓഫ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ വായിക്കണം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇതൊക്കെ എവിടെ നിന്നാണ് നമുക്ക് ഒപ്പിക്കാൻ പറ്റുക, അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമുക്ക് ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കിട്ടാം, ഏതെല്ലാം സോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഡൂയിങ് എ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. Okay, so information in a review of literature may be obtained from various sources which may be classified broadly under the following heads. So ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൻ്റെ സോഴ്സസ് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ അവൈലബിൾ ആയിരിക്കുന്നത് എന്നുള്ളതിന് പല രീതിയിൽ നമുക്ക് പല സോഴ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ മെയിനായിട്ടും പ്രൈമറി സോഴ്സസ്, സെക്കൻഡറി സോഴ്സസ്, ടേർഷ്യറി സോഴ്സസ്, അങ്ങനെ ഒരു ജനറലായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി സോഴ്സസ് എന്നുള്ളത്. സോ ഫസ്റ്റത്താണ് പ്രൈമറി സോഴ്സസ്. പ്രൈമറി സോഴ്സസ് എന്ന് നമുക്ക് പേരറിയുന്ന പോലെ തന്നെ ഇറ്റ്സ് എ ഫസ്റ്റ് ഹാൻഡ് ഇമ്മീഡിയറ്റ് റിസർച്ച് ഫൈൻഡിങ്സ് ഫ്രം ദ റിസർച്ചർ ഇൻക്ലൂഡിങ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്, ഡാറ്റ കളക്ഷൻ ആൻഡ് മെത്തഡോളജിക്കൽ ഡീറ്റെയിൽസ്. സോ പ്രൈമറി സോഴ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രൈമറി റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹാൻഡ് സോഴ്സസ് ഓഫ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറാണ്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് റിസർച്ച് ഫൈൻഡിങ്സ് ഫ്രം ദ റിസർച്ചർ. ഇപ്പോൾ നമ്മൾ യുജിക്ക് അല്ലെങ്കിൽ പി ജിക്ക് ചെയ്യുന്ന ഡെസർട്ടേഷൻ, PhD ചെയ്യുന്ന ആൾക്കാരിൽ അവർ സബ്മിറ്റ് ചെയ്യുന്ന തീസിസുകൾ, ഇപ്പോൾ നമ്മൾ കോൺഫറൻസുകളിലൊക്കെ പോയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന പേപ്പേഴ്സ്, നമ്മൾ ഒറിജിനൽ റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ്ഡ് ഇൻ പീർ റിവ്യൂഡ് ജേർണൽസ്. ഇപ്പോൾ നമ്മളൊരു റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്യുന്ന ജേർണൽസിലൂടെയൊക്കെ പീർ റിവ്യൂഡ് ജേർണൽസിലൂടെ പബ്ലിഷ് ചെയ്യുന്ന വർക്ക്സുകൾ, അതേപോലെ ന്യൂ ഡിസ്കവറീസ് അല്ലെങ്കിൽ ന്യൂ ഒറിജിനൽ റിസർച്ചുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രൈമറി റിസോഴ്സസ് എന്ന് പറയുന്നത്. അതായത് ഒരാൾ ഫസ്റ്റ് ഹാൻഡായിട്ട് ഒറിജിനലായിട്ട് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്ന പേപ്പേഴ്സുകൾ, ഇതെല്ലാമാണ് പ്രൈമറി റിസോഴ്സസിൽ വരിക, അല്ലെങ്കിൽ പ്രൈമറി സോഴ്സസ് ഓഫ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ വരിക. ദാറ്റ് മീൻസ് അത് ഒരു സെക്കൻഡറി ഡാറ്റ അല്ലാതെ ഒറിജിനൽ വർക്ക്സുകളായിരിക്കും. ഇപ്പം റിസർച്ചർ ചെയ്യുന്ന ആ ഒരു വർക്ക് മുന്നേ ആരും ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആദ്യമായിട്ട് അയാളായിരിക്കും ചെയ്യുന്നുണ്ടാവുക, പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക, മുന്നേ ഒരു സോഴ്സസിലൂടെ നമ്മൾ വായിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ആ ജേർണൽസ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ആ പേപ്പേഴ്സ് കാണാൻ പറ്റുക. ഡെസർട്ടേഷനൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ പറയാറുണ്ട് മുന്നേ ആരും ഈ വർക്ക് ഇതുപോലെയുള്ള വർക്ക് ചെയ്തിട്ടില്ല, യൂണിവേഴ്സിറ്റിയിൽ ആരും ഇങ്ങനെയുള്ള വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒറിജിനൽ സോഴ്സസ്, പ്രൈമറി ആദ്യമായിട്ട് ചെയ്യുന്ന വർക്കുകളെ ഒറിജിനലായിട്ട് ഫസ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ട് ന്യൂ സയൻറ്റിഫിക് ഡിസ്കവറീസിനെയൊക്കെയാണ് നമ്മൾ പ്രൈമറി സോഴ്സസ് എന്ന് പറയാം. മനസ്സിലായോ? സോ പ്രൈമറി സോഴ്സസ് ആൻഡ് secondary sources means summarize and synthesize information provided in the primary literature. ഇപ്പോൾ ഓൾറെഡി ഒരു വർക്ക് ഒരു റിസർച്ചർ സ്റ്റാർട്ട് ചെയ്ത് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതിനെ നമ്മൾ പ്രൈമറി റിസോഴ്സസ് അല്ലെങ്കിൽ പ്രൈമറി സോഴ്സസ് ഓഫ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയും. ആ സെയിം വർക്കിനെ ഇപ്പോൾ മറ്റൊരാൾ പഠിച്ചത് സമ്മറൈസ് ചെയ്ത് അതിലുള്ള ഡാറ്റകൾ അനലൈസ് ചെയ്ത്
അത് വേറൊരു ഫോമിലാക്കി അല്ലെങ്കിൽ അതിൽ നിന്നും വേറെ ഒരു തിയറി ഡെവലപ്പ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ആർ സെക്കൻഡറി സോഴ്സസ് ഓഫ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ഹാൻഡഡ് ആയിട്ട് ഒറിജിനൽ വർക്ക്സുകളെ അല്ലെങ്കിൽ പ്രീ റിവ്യൂഡ് ജേർണൽസുകളെ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ന്യൂ ഡിസ്കവറീസ് ഒക്കെ നമ്മൾ പ്രൈമറി സോഴ്സസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, സെക്കൻഡറി സോഴ്സസിൽ ദീസ് സോഴ്സസ് സമ്മറൈസസ് ആൻഡ് സിന്തസൈസ് ദ ഇൻഫോർമേഷൻ പ്രൊവൈഡഡ് ഇൻ പ്രൈമറി ലിറ്ററേച്ചർ. Okay, and are hence less current and broader than primary literature. This can be useful for obtaining broader information about a topic or area of study and include systematic reviews, meta-analysis and book chapters. Meta-analysis, metacognition എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെറ്റ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു ഡാറ്റ അല്ലെങ്കിൽ ഓൾറെഡി ഒരു സ്റ്റഡി നടന്ന് അതിന് വീണ്ടും നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റഡി ഓൾറെഡി കണ്ടക്ട് ചെയ്തു, ആ സ്റ്റഡി നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ വേറൊരാൾ ആ സ്റ്റഡി വീണ്ടും റീകണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ മെറ്റ അനാലിസിസ് എന്ന് പറയും. അല്ലെങ്കിൽ ഒരു സ്റ്റഡി നടന്നു അല്ലെങ്കിൽ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ ഒരു സ്റ്റഡീനെ വീണ്ടും വേറെ കാര്യങ്ങൾ അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ആ സ്റ്റഡീനെ അനലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയും ആ സ്റ്റഡീനെ നമ്മൾ വീണ്ടും പഠിക്കുന്നതിന് നമുക്ക് മെറ്റാ അനാലിസിസ് എന്ന് പറയാം. ഇതേ സെയിം സാധനമാണ് മെറ്റാ കൊഗ്നീഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കൊഗ്നീഷനെ കുറിച്ച് നമ്മൾ വീണ്ടും നമ്മൾ തന്നെ അനലൈസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ അതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ മെറ്റാ കൊഗ്നീഷൻ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ചിന്തകളെക്കുറിച്ച് നമ്മൾ തന്നെ അനലൈസ് ചെയ്ത് നമ്മൾ തന്നെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ടേം ഈസ് മെറ്റാ കൊഗ്നീഷൻ. സെയിം തിങ് മെറ്റാ അനാലിസിസ് എന്നൊക്കെ പറയുന്ന മെറ്റാ അനാലിസിസ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിവ്യൂസ്, ബുക്ക് ചാപ്റ്റേഴ്സ്. ഇപ്പം നമുക്ക് സെക്കൻഡറി സോഴ്സസിൽ പറയാൻ പറ്റുക ഇതുപോലെയുള്ള കേസുകളാണ്. ഇപ്പോൾ ഓൾറെഡി ഒരാൾ എഴുതിയിട്ടുള്ള ബുക്കുകൾ അല്ലെങ്കിൽ ഓൾറെഡി ചെയ്തിട്ടുള്ള വർക്കുകൾ, അതിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക, വീണ്ടും പഠിക്കുക. സോ ദിസ് കൈൻഡ് ഓഫ് സോഴ്സസിനെ നമുക്ക് സെക്കൻഡറി സോഴ്സസ് ഓഫ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയാൻ പറ്റും. അപ്പം പ്രൈമറി സോഴ്സസിനേക്കാളും കുറച്ചും കൂടെ നമ്മൾ ടോപ്പിക്കിന് ബ്രോഡറായിട്ട് അല്ലെങ്കിൽ വൈഡറായിട്ട് നമുക്ക് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് സെക്കൻഡറി സോഴ്സസുകളാണ്. ഓക്കെ, സോ പ്രൈമറി ലിറ്ററേച്ചറിനെ സെക്കൻഡറി സോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൈമറി ലിറ്ററേച്ചറിൽ നിന്നും ലിറ്ററേച്ചറിനെ സമ്മറൈസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് നമ്മൾ സെക്കൻഡറി സോഴ്സസിൽ പറയാം. ഓൾറെഡി വർക്ക് ഡൺ ആയിട്ടുള്ള പേപ്പേഴ്സിനെയും അല്ലെങ്കിൽ റിസർച്ച് വർക്കുകളെയൊക്കെ നമ്മൾ പ്രൈമറി ലിറ്ററേച്ചർ എന്ന് പറയും. ആ ലിറ്ററേച്ചറിൻ്റെ സമ്മറൈസേഷനാണ് നമ്മൾ സെക്കൻഡറി സോഴ്സസ് എന്ന് പറയാം. അപ്പോൾ അതിന് എക്സാമ്പിളാണ് മെറ്റാ അനാലിസിസ്, ബുക്ക് ചാപ്റ്റേഴ്സ്, സിസ്റ്റമാറ്റിക് റിവ്യൂസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ആൻഡ് തേർഡ് വൺ ഈസ് ടെർഷ്യറി സോഴ്സസ്. ടെർഷ്യറി സോഴ്സസ് എന്ന് പറയുമ്പം നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പ്രൈമറി റിസോഴ്സസിനെയും സെക്കൻഡറി റിസോഴ്സസിനെയും സമ്മറൈസ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള കണ്ടൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് വേർഷൻ ഓഫ് മെറ്റീരിയൽസ്, അതായത് പ്രൈമറി സോഴ്സസിനെയും സെക്കൻഡറി സോഴ്സസിനെയും നമ്മൾ ഒന്നും കൂടി സമ്മറൈസ് ചെയ്തിട്ട് അതിന് ഓവറോളായിട്ട് അതിൻ്റെ ഒരു കണ്ടൻസ്ഡ് വേർഷനെയാണ് നമ്മൾ ടെർഷ്യറി സോഴ്സസ് എന്ന് പറയാം. സോ അതിന് എക്സാമ്പിളാണ് ടെക്സ്റ്റ് ബുക്സ്, ഡിക്ഷണറീസ്, എൻസൈക്ലോപീഡിയാസ് ആൻഡ് ഹാൻഡ് ബുക്സ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് എഴുതുന്ന സമയത്ത് പലതിൽ നിന്നുള്ള വേർഷൻസ് അല്ലെങ്കിൽ പല ഏരിയാസിൽ നിന്നുള്ള കുറച്ച് പോർഷൻസിനെ കണ്ടൻസ് ചെയ്ത് അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബേസിൽ പല ഏരിയാസിൽ നിന്നുള്ള കുറച്ച് ഇൻഫോർമേഷൻ ആയിരിക്കും ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി എൻസൈക്ലോപീഡിയാസും ഹാൻഡ് ബുക്സൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും പല ഇൻഫോർമേഷൻസിൻ്റെ സമ്മറീസാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടൻസ്ഡ് വേർഷൻസ് ആയിരിക്കും അതിലുണ്ടാവുക. സോ അതൊരു ടെർഷ്യറി സോഴ്സസിന് എക്സാമ്പിളാണ്. അപ്പോൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി റിസോഴ്സസിൽ നിന്നുള്ള ഒരു സമ്മറൈസേഷൻ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് വേർഷൻ ഓഫ് മെറ്റീരിയൽസിനെയാണ് നമ്മൾ ടെർഷ്യറി റിസോഴ്സസ് എന്ന് പറയുക. ഇത് നമ്മളൊരു ജനറൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി റിസോഴ്സസ്, സെക്കൻഡറി റിസോഴ്സസ് ആൻഡ് ടെർഷ്യറി റിസോഴ്സസ്. ഇനി ഇങ്ങനെ ജനറൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയാറുണ്ട്. ഇത് നമ്മൾ സൈക്കോളജിക്കൽ
അല്ലെങ്കിൽ റിസർച്ച് മെത്തഡോളജി, സൈക്കോളജീൻ്റെ റിസർച്ച് മെത്തഡോളജി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ നോക്കുന്ന സോഴ്സസ് ഓഫ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് താഴെ പറയുന്നതാണ്. സോ ഫസ്റ്റ് വൺ, ജേർണൽസ് ആൻഡ് ബുക്സ്. ജേർണൽസ് ആൻഡ് ബുക്സ് എന്നുള്ളതിൽ മെയിനായിട്ട് പറയാനുള്ളത് ഈ രണ്ട് സോഴ്സസും പ്രൈമറി സോഴ്സസിന് എക്സാമ്പിളാണ്. ജേർണൽസും ബുക്സും നമ്മൾ ഒറിജിനലായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ബുക്സ് ആണെങ്കിലും നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് നമ്മൾ ഒറിജിനൽ വർക്ക്സുകളായിരിക്കും. ജേർണൽസ് ആണെങ്കിലും നമ്മൾ കണ്ടക്ട് ചെയ്തൊരു സ്റ്റഡി, നമ്മൾ യൂസ് ചെയ്ത മെത്തഡോളജി, റിസർച്ച് ഡിസൈൻ, നമ്മൾ കാണുന്ന അല്ലെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന റിസൾട്ട്, ഇതൊക്കെ ഒരു ഒറിജിനൽ സോഴ്സസ് ഓഫ് അല്ലെങ്കിൽ പ്രൈമറി സോഴ്സസ് ഓഫ് റിസർച്ചാണ്, റിവ്യൂ ഓഫ് ലിറ്ററേച്ചറാണ്. അപ്പോൾ ഇനി ജേർണൽ എന്ന് പറഞ്ഞാൽ എ റിസർച്ച് ജേർണൽ ജനറലി കണ്ടെയ്ൻസ് എ പബ്ലിക്കേഷൻ ഓഫ് ഒറിജിനൽ റിസർച്ച് റിപ്പോർട്ട് വിത്ത് ദെയർ ഡീറ്റെയിൽഡ് മെത്തഡോളജി ആൻഡ് റിസൾട്ട്. അപ്പം ഒരു റിസർച്ച് ജേർണൽ എന്ന് പറയുന്നത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ഒറിജിനൽ റിസർച്ച് റിപ്പോർട്ടുകളായിരിക്കും. അതിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ റിസർച്ച് ജേർണൽ എന്ന് പറയുക. അപ്പോൾ നമ്മളൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്തു, അത് പബ്ലിഷ് ചെയ്ത് വന്നു, ആ ഒരു പർട്ടിക്കുലർ ജേർണലിൽ നമ്മളത് പബ്ലിഷ് ചെയ്ത് വന്നു. അതുപോലെ മറ്റൊരാളൊരു സിമിലർ സ്റ്റഡി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടോപ്പിക്കിലൊരു സ്റ്റഡി ചെയ്തു, അങ്ങനെയുള്ള സ്റ്റഡികൾ ഇൻക്ലൂഡിങ് മെത്തഡോളജിയും റിസൾട്ടും ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒറിജിനൽ റിസർച്ചിൻ്റെ റിപ്പോർട്ടുകളുടെ ഒരു കളക്ഷനെയാണ് അല്ലെങ്കിൽ പബ്ലിക്കേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, റിസർച്ച് ജേർണൽ എന്ന് പറയും. അപ്പോൾ ഒരു റിസർച്ച് ജേർണലിൽ ഒരുപാട് സ്റ്റഡീസുകൾ ഉണ്ടാവും, ഒരുപാട് റിസർച്ച് റിപ്പോർട്ടുകൾ ഉണ്ടാവും. അത് ഡിഫറെൻറ്റ് ഫീൽഡിലുള്ളവർ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റഡീസ്, ഡിഫറെൻറ്റ് വേരിയബിൾസ് ആയിരിക്കും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. സോ അതിനെയാണ് നമ്മൾ റിസർച്ച് ജേർണൽ എന്ന് പറയുക. റിസർച്ച് ജേർണൽ ജനറലി കണ്ടെയ്ൻസ് പബ്ലിക്കേഷൻ ഓഫ് ഒറിജിനൽ റിസർച്ച് റിപ്പോർട്ട്. അപ്പം ഒരു ജേർണലിൽ ഒരുപാട് ഒറിജിനൽ റിസർച്ച് റിപ്പോർട്ടുകൾ ഇൻക്ലൂഡിങ് അതിൻ്റെ മെത്തഡോളജി, റിസൾട്ടും സാമ്പിളിങ്ങും റിസർച്ച് ഡിസൈനും അതിനെക്കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒറിജിനൽ വർക്കുകളുടെ ഒരു കളക്ഷനെയാണ് നമ്മൾ റിസർച്ച് ജേർണൽ എന്ന് പറയുക. ഓക്കെ, ഇനി ഈ റിസർച്ച് ജേർണൽ മെയിൻലി റെഫേർഡ് ആയിട്ടുള്ള റിസർച്ച് ജേർണൽസാണ്. അതേപോലെ തന്നെ നോൺ റെഫേർഡ് ആയിട്ടുള്ള ജേർണൽസും ഉണ്ട്. ഈ റെഫേർഡ് ജേർണൽ എന്ന് പറഞ്ഞാൽ ബിഫോർ പബ്ലിക്കേഷൻ ഒരു എക്സ്പേർട്ട് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലെ ഒരു എക്സ്പേർട്ട് കെയർഫുള്ളി റിവ്യൂ ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് ആയിരിക്കും ആ ഒരു ജേർണലിൽ ഉണ്ടാവാം. ഇപ്പം നമ്മൾ ഇപ്പോൾ പേപ്പർ പ്രസൻറ്റേഷനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന പേപ്പേഴ്സ് അതുപോലെ പബ്ലിഷ് ചെയ്യണമെന്നില്ല. അത് കുറേ എക്സ്പേർട്ടും അല്ലെങ്കിൽ ഈ ജേർണൽസിൻ്റെ ഭാഗത്തു നിന്നുള്ള എക്സ്പേർട്ടുകൾ അത് റിവ്യൂ ചെയ്തതിന് മാത്രമേ ഉള്ളൂ അത് ഒരു ജേർണലിൽ പബ്ലിഷായിട്ട് വരും. സോ ബിഫോർ പബ്ലിക്കേഷൻ ഈ എക്സ്പേർട്ടുകളുടെ കെയർഫുൾ റിവ്യൂവിന് ശേഷം മാത്രമേ ഈ റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യുള്ളൂ. അത്തരത്തിലുള്ള ജേർണലുകളിലെയാണ് റെഫേർഡ് ജേർണൽ എന്ന് പറയുക. സോ റെഫേർഡ് ജേർണലുകളിൽ പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ എക്സ്പേർട്ടുകളുടെ ഒരു റിവ്യൂ ഉണ്ടാവും. സോ ഇങ്ങനെ ഇവർ റിവ്യൂ ചെയ്യുന്ന സമയത്ത് കുറേ മാനുസ്ക്രിപ്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന പേപ്പേഴ്സ് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം അവരുടെ റിവ്യൂവിന് ശേഷം നല്ലതായി തോന്നുന്ന അല്ലെങ്കിൽ അവരുടെ ക്രൈറ്റീരിയകളെല്ലാം പാലിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ക്രൈറ്റീരിയകൾ ഉള്ള ജേർണൽസ് മാത്രമേ ഈ റിസർച്ച് ജേർണലിൽ ആർട്ടിക്കിൾസ് മാത്രമേ ജേർണലിൽ പബ്ലിഷ് ചെയ്തു വരുള്ളൂ. സോ അത്തരത്തിലുള്ള ജേർണലുകളെയാണ് നമ്മൾ റെഫേർഡ് ജേർണലുകൾ എന്ന് പറയും. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ബുക്സ് എന്ന് പറയുമ്പം നമ്മൾ ഒരു ഡയറക്റ്റ് സോഴ്സസ് ഓഫ് ഇൻഫോർമേഷനാണ്. books and also direct sources of literature review, and they include textbook, handbooks, yearbooks. ഇപ്പോൾ ബുക്കുകൾ പല രീതിയിലുള്ളുണ്ട്. അതിൽ ടെക്സ്റ്റ് ബുക്ക്, ഹാൻഡ് ബുക്സ്, ഇയർ ബുക്സ്, ഡിക്ഷണറീസ്. So of these two, journals are regarded as more useful because they provide the researcher with the latest
അപ് ടു ഡേറ്റ് ഇൻഫോർമേഷൻ റിലവൻറ്റ് ടു ദ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം ബുക്സിനെയും ജേണലിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ജേണൽസുകളാണ് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. കാരണം അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആയിട്ടുള്ളത് ജേണൽസിലാണ്. കാരണം ജേണൽസ് എന്ന് പറയുമ്പം ഓരോ മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി ഒക്കെ പല ജേണൽ സൈറ്റുകളും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവർ പബ്ലിഷ് ചെയ്യും. സോ അവരെപ്പോഴും പ്രിഫറൻസ് കൊടുക്കുക കറൻ്റ്ലി അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളും വേരിയബിൾസിനെയൊക്കെ ആയിരിക്കും അവർ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ നമുക്ക് ഭയങ്കര ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ റിസർച്ചർക്ക് ജേണൽസിനെ ഒരു സോഴ്സായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വണ്ണ് നമ്മളിപ്പം സോഴ്സസ് ഓഫ് റിസർച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സോഴ്സസ് ഓഫ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, അതിൽ ജനറൽ ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി സോഴ്സസ്. അതല്ലാണ്ട് നമ്മൾ കുറച്ചും കൂടെ സൈക്കോളജിക്കലി നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്ന സോഴ്സസ് എന്ന് പറയുന്നത് ജേർണൽസ് ആൻഡ് ബുക്സാണ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് റിവ്യൂസ് ആണ്. റിവ്യൂസ് എന്ന് പറയുമ്പോൾ they are the short articles that give brief information regarding the work done in a particular area over a period of time. സോ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു വർക്കിനെ നമ്മൾ ആ വർക്കിനെ കുറിച്ചിട്ടുള്ള സജഷൻസും ക്രിറ്റിസിസും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബ്രീഫ് അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള ആർട്ടിക്കിൾസിനെയാണ് നമ്മൾ റിവ്യൂസ് എന്ന് പറയുക. ഇപ്പം നമ്മൾ ചില മാഗസിൻസ് എടുക്കുമ്പോൾ ജേർണൽസ്, ഇയർ ബുക്സ് അല്ലെങ്കിൽ ഹാൻഡ് ബുക്സ്, എൻസൈക്ലോപീഡിയ ഒക്കെ എടുക്കുമ്പം ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റിലുള്ള കുറച്ച് വർക്കുകളെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് അനാലിസിസ് അല്ലെങ്കിൽ അതിലുള്ള കണ്ടൻറ്റിനെ ഡിസ്കസ് ചെയ്തെന്നാവാം, അതിനെ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ക്രിറ്റിസിസം ആവാം, ഇപ്പം എഴുതുന്ന ആളുടെ സജഷൻസ് അല്ലെങ്കിൽ കൺക്ലൂഷൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ അല്ലെങ്കിൽ ബ്രീഫായിട്ടുള്ള ആർട്ടിക്കിളിനെയാണ് നമ്മൾ റിവ്യൂസ് എന്ന് പറയാം. സോ ഇപ്പം ഈ റിവ്യൂ എഴുതുന്ന ആൾക്കാർ ആളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റുള്ള കുറേ സ്റ്റഡീസിനെ അനലൈസ് ചെയ്യും, അതിന് കണ്ടൻറ് വൈസിൽ ഓർഗനൈസ് ചെയ്തിട്ട് അതിലുള്ള ക്രിറ്റിസിസും അതിലുള്ള ഫൈൻഡിങ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, അതിലുള്ള മെയിനായിട്ടുള്ള കൺക്ലൂഷൻസൊക്കെ പറഞ്ഞിട്ട് ഒരു ഷോർട്ടായിട്ട് ആ ഒരു വർക്കിനെ അനലൈസ് ചെയ്തിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ റിവ്യൂസ് എന്ന് പറയുക. അപ്പോൾ റിവ്യൂ നമ്മൾ പൊതുവേ പറയാറുണ്ട്, ഇപ്പോൾ ഒരു ബുക്ക് വായിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോറി വായിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് വായിച്ചിട്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ക്രിറ്റിസൈസ് ചെയ്ത് അതിൻ്റെ ഫൈൻഡിങ്സും കാര്യങ്ങളും സജഷൻസൊക്കെ അങ്ങനെ പറയാറുണ്ട്. സോ അങ്ങനെയുള്ള ഷോർട്ട് ആർട്ടിക്കിൾസിനെയാണ് റിഗാർഡിംഗ് ദ വർക്ക് പ്രീവിയസ്ലി ഡൺ ബൈ ദ റിസർച്ചർ ഓവർ എ പീരിയഡ് ഓഫ് ടൈം. അപ്പോൾ നമ്മൾ ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിലുള്ള വർക്കുകൾ നമ്മൾ അനലൈസ് ചെയ്ത് അതിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടൻ്റാക്കി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഷോർട്ട് ആർട്ടിക്കിൾസിനെയാണ് റിവ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും നമ്മൾ സോഴ്സസായിട്ട് അല്ലെങ്കിൽ ലിറ്ററേച്ചർ സോഴ്സസായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അത് വായിക്കുന്നതിലൂടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന വേരിയബിൾസിൽ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോബ്ലമായിട്ട് ചിലപ്പോൾ കണക്ഷൻ ഉണ്ടാവാം. അങ്ങനെ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ പറ്റുന്നതും അങ്ങനെയൊക്കെ നമുക്ക് റിവ്യൂസ് ലിറ്ററേച്ചർ റിവ്യൂ സോഴ്സസായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് വണ്ണാണ് നെക്സ്റ്റ് വൺ ഈസ് അബ്സ്ട്രാക്ട്. അബ്സ്ട്രാക്റ്റുകൾ നമ്മൾ ഓൾറെഡി ഡെസർട്ടേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അബ്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സമ്മറി അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഒരു ഓവറോൾ സമ്മറിനെയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. സോ അബ്സ്ട്രാക്ട് പ്രൊവൈഡ് എ സമ്മറി ഓഫ് ദ റിസർച്ച് റിപ്പോർട്ട് ഡൺ ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സ്.
സോ നമ്മൾ ചെയ്ത റിസർച്ച് വർക്കിൻ്റെ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ ഒരു സമ്മറിനെയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് എന്ന് പറയാം. സോ രണ്ട് കോമൺ ആയിട്ടുള്ള അബ്സ്ട്രാക്റ്റുകൾക്ക് എക്സാമ്പിളാണ് സൈക്കോളജിക്കൽ അബ്സ്ട്രാക്ട് വിച്ച് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1927 ബൈ വാഷിങ്ടൺ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. ഇപ്പോൾ നമ്മൾ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ എന്നൊക്കെ പറയുന്ന പോലെ വാഷിങ്ടൺ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള 1927 പബ്ലിഷ് ചെയ്തിട്ടുള്ള സൈക്കോളജിക്കൽ അബ്സ്ട്രാക്റ്റുകൾക്ക് ഒരു എക്സാമ്പിളാണ്. ആൻഡ് ഓൾസോ സോഷ്യോളജിക്കൽ അബ്സ്ട്രാക്ട് ബൈ ന്യൂയോർക്ക് സോഷ്യോളജിക്കൽ അബ്സ്ട്രാക്ട്. ഇതൊക്കെയാണ് അബ്സ്ട്രാക്റ്റിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ സിംപ്ലി അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത വർക്കിൻ്റെ അല്ലെങ്കിൽ റിസർച്ച് റിപ്പോർട്ട്സിൻ്റെ ഒക്കെ സമ്മറൈസ്ഡ് വേർഷനാണ് അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് മെയിനായിട്ടും അബ്സ്ട്രാക്റ്റിൽ ഉണ്ടാവുന്നത് നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ നമ്മൾ ടൈറ്റിൽ ഓഫ് ദ റിസർച്ച് റിപ്പോർട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഒരു ടൈറ്റിൽ ഉണ്ടാവും, നെയിം ഓഫ് ദ ഓതർ ആൻഡ് ജേർണൽ, പിന്നെ പേജ് ഇൻഫോർമേഷൻസ് റിഗാർഡിങ് ദ റിസർച്ച് ആർട്ടിക്കിൾസ്, ഇതൊക്കെ ആയിരിക്കും മെയിനായിട്ട് അതിലുണ്ടാവുക. സോ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ആ ഒരു കംപ്ലീറ്റ് സ്റ്റഡീൻ്റെ അല്ലെങ്കിൽ റിസർച്ച് പേപ്പറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ നമുക്ക് അബ്സ്ട്രാക്റ്റിൽ നിന്നും കിട്ടില്ല എന്നുള്ളതാണ്. So this only limitation of abstract is that they fail to satisfy those researchers who desire detailed information regarding the methodology and result of the research articles. അപ്പോൾ നമുക്ക് ഒരു ആർട്ടിക്കിൾ വായിക്കുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റ, ഏത് സാമ്പിളിങ് മെത്തേഡ് ഏത് യൂസ് ചെയ്തു, ഏത് റിസർച്ച് ഡിസൈന്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഏതൊക്കെ യൂസ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള റിസൾട്ട്, കൺക്ലൂഷൻ, അങ്ങനെയുള്ള ഓരോ സെപ്പറേറ്റ് കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അബ്സ്ട്രാക്റ്റിലൂടെ പോസിബിൾ അല്ല. സോ ഇതിൻ്റെ മെയിൻ ഡ്രോബാക്ക് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഇൻഡെക്സസ് ആണ്. ഇൻഡെക്സസ് എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ ജേർണൽസ് പറഞ്ഞു. ജേർണൽസ് എന്ന് പറയുമ്പോൾ ഒരു ഒറിജിനൽ കംപ്ലീറ്റ് വർക്കുകളുള്ള ഒറിജിനൽ പേപ്പർ അല്ലെങ്കിൽ ഒറിജിനൽ റിസർച്ച് റിപ്പോർട്ടുകളുടെ അല്ലെങ്കിൽ ആ പബ്ലിഷ് ചെയ്ത റിസർച്ച് റിപ്പോർട്ടുകളുടെ കളക്ഷനെയാണ് നമ്മൾ ജേർണൽ എന്ന് പറയുക. അപ്പോൾ കംപ്ലീറ്റ് റിസർച്ച് റിപ്പോർട്ട് അതിലുണ്ടാവും. അബ്സ്ട്രാക്റ്റ് എന്ന് നേരത്തെ പറഞ്ഞതിൽ അതിൽ ആ റിസർച്ച് റിപ്പോർട്ടിൻ്റെ സമ്മറി മാത്രമേ ഉള്ളൂ, മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിൽ ഡിസ്കസ് ചെയ്തുള്ളൂ. ഇനി ഇൻഡെക്സസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഷോർട്ടാണ്. അതിൽ റിസർച്ച് റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ. സോ ഇൻഡെക്സസ് ഷോ ദ ടൈറ്റിൽസ് ഓഫ് ദ റിസർച്ച് റിപ്പോർട്ട് വിത്തൗട്ട് എനി അബ്സ്ട്രാക്റ്റ്. അവിടെ റിസർച്ച് റിപ്പോർട്ടിൽ അബ്സ്ട്രാക്റ്റും ഇല്ല, അതിന് പകരം ജസ്റ്റ് ടൈറ്റിൽസ് മാത്രം കാണിക്കുന്ന ഒരു റിസോഴ്സസാണ് ഇൻഡെക്സസ് എന്ന് പറയുന്നത്. സോ ഷോ ദ ടൈറ്റിൽസ് ഓഫ് ദ റിസർച്ച് റിപ്പോർട്ട് വിത്തൗട്ട് എനി അബ്സ്ട്രാക്റ്റോ സമ്മറിയോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ടൈറ്റിൽസ് മാത്രം ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഒരു സോഴ്സസാണ് ഇൻഡെക്സസ് എന്ന് പറയുന്നത്. സോ ദേ ആർ കാറ്റഗറൈസ്ഡ് ആൻഡ് അറേഞ്ച്ഡ് ആൽഫബറ്റിക്കലി ഇൻ ഈച്ച് കാറ്റഗറി. അപ്പം ഈ റിസർച്ച് റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽസിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ഇത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്, അതേപോലെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ദ എഡ്യൂക്കേഷൻ ഇൻഡെക്സ് newyorkwilson.com is a good example of as an indexes. So as indexes do not provide detailed information, they keep many researchers dissatisfied. So ഒരു ഇൻഡെക്സസിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഫോർമേഷൻ ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇപ്പം അബ്സ്ട്രാക്റ്റിൽ ചെയ്യുന്ന പോലെ തന്നെ അബ്സ്ട്രാക്റ്റിൽ കുറച്ചും കൂടെ സമ്മറി കാര്യങ്ങളൊക്കെ കിട്ടും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമുക്കിതിൽ നിന്ന് കിട്ടുന്നില്ല. ജസ്റ്റ് ടൈറ്റിൽസിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഒരു സോഴ്സസാണ് ഇൻഡെക്സസ് എന്ന് പറയുന്നത്. ഇത് എഡ്യൂക്കേഷൻ ഇൻഡെക്സ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇൻഡെക്സസ്. സോ അടുത്തതാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ ജനറലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം ഇൻ്റർനെറ്റിലൂടെ നമുക്ക് കുറേ ഒറിജിനൽ പേപ്പറുകൾ അല്ലെങ്കിൽ ഡിസർട്ടേഷൻസുകൾ നമുക്ക് അവൈലബിളാണ്. റിസർച്ച് വർക്കുകൾ അവൈലബിളാണ്. ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസർച്ചേഴ്സുകൾ അവരുടെ ഒറിജിനൽ വർക്കുകളും
കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻ്റർനെറ്റിലൂടെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ സൈറ്റിലൂടെ അവൈലബിൾ ആണ്. സോ ദ ഇൻ്റർനെറ്റ് ഈസ് വെരി ഈസി ആൻഡ് ക്വിക്ക് സോഴ്സസ് ഓഫ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള, അതേപോലെ തന്നെ അക്യുറേറ്റ്, അതിനേക്കാളും ഒരുപാട് ഇൻഫോർമേഷൻ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തരുന്ന സൈറ്റുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ they provide easy access to original writings by important researchers. ഇമ്പോർട്ടൻ്റ് റിസർച്ചേഴ്സിന് കുറേ ഒറിജിനൽ വർക്കുകളും കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് കിട്ടാനുള്ള ഒരു ഓപ്ഷനാണ്, അല്ലെങ്കിൽ സോഴ്സാണ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ലൈബ്രറീസിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ജേർണലും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടാനും ജേർണൽസൊക്കെ കിട്ടാനും ചാൻസ് ഉള്ളത് നമ്മൾ നെറ്റിലൂടെ സെർച്ച് ചെയ്യുന്ന സമയത്താണ്. So they also provide an updated information on the topic that ordinarily is not available in the library internet sites. They provide useful bibliographies related to particular researcher. So ഇൻ്റർനെറ്റിലൂടെ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ലൈബ്രറി സൈറ്റ്സിനേക്കാളും അപ്ഡേറ്റഡ് ഇൻഫോർമേഷൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് 6th one is doctoral dissertations. So PhD തീസിസുകൾ, ഡോക്ടോറിയൽ ഡിസർട്ടേഷൻസ് ഒക്കെ നമുക്ക് കിട്ടാവുന്ന ഒരു വെരി ഗുഡ് സോഴ്സസ് ഓഫ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറാണ്. മെയിനായിട്ടും ഈ ഇങ്ങനെയുള്ള ഡോക്ടോറിയൽ ഡിസർട്ടേഷൻസ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് യൂണിവേഴ്സിറ്റി ലൈബ്രറീസിൽ നിന്നാണ്. യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുന്ന റിസർച്ച് വർക്കുകളുടെ ഒക്കെ അവിടുത്തെ ഡോക്ടോറിയൽ ഡിസർട്ടേഷൻസ് ഒക്കെ അവിടുത്തെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ അവൈലബിൾ ആവും. സോ നമ്മളെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിലുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് യൂണിവേഴ്സിറ്റി ലൈബ്രറീസ് വിസിറ്റ് ചെയ്യുന്നതിലൂടെ കിട്ടുന്നതാണ്. സോ there are a set of no set form of writing research report in a doctoral dissertation. Most dissertation contain chapters like an introduction, review of literature, purpose of the study, method of the study, result discussion and summary of conclusion. അപ്പം ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര റിജിഡായിട്ടുള്ള ക്രൈറ്റീരിയാസും കാര്യങ്ങളൊന്നും ഡോക്ടറൽ ഡിസർട്ടേഷൻസ് ഇല്ല. എങ്കിലും മോസ്റ്റ് ഓഫ് ദ ഡിസർട്ടേഷൻ കണ്ടെയ്ൻ ചാപ്റ്റേഴ്സ് ലൈക്ക് ഇൻട്രൊഡക്ഷൻ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, മെത്തേഡ്, റിസൾട്ട്, ഡിസ്കഷൻ, സമ്മറി, കൺക്ലൂഷൻ ചാപ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും ജനറലി ഡോക്ടറൽ ഡിസർട്ടേഷനിൽ നമുക്ക് കാണാൻ പറ്റുക. സോ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിവേഴ്സിറ്റി ലൈബ്രറീസിൽ വിസിറ്റ് ചെയ്യുന്നതിലൂടെ നമുക്കത് അവൈലബിൾ ആവുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരാവശ്യത്തിന് ലോകത്തിലുള്ള പല യൂണിവേഴ്സിറ്റീസിലും നേരിട്ട് ചെന്ന് ഈ ഡോക്ടറൽ ഡിസർട്ടേഷൻസ് വായിക്കുക അല്ലെങ്കിൽ അത് റിവ്യൂ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. സോ we can have access to those dissertation that interest him through Dissertation Abstract International. Dissertation Abstract International എന്ന് പറയുന്ന സോഴ്സസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോകത്ത് പബ്ലിഷ് ചെയ്യുന്ന ഡിസർട്ടേഷൻസിൻ്റെ അബ്സ്ട്രാക്റ്റുകൾ നമുക്ക് വായിക്കാൻ പറ്റും. വിച്ച് പബ്ലിഷസ് ദ അബ്സ്ട്രാക്ട് ഓഫ് ദി doctoral dissertation submitted to different യൂണിവേഴ്സിറ്റീസിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഡോക്ടോറിയൽ അബ്സ്ട്രാക്റ്റുകൾ ഡോക്ടറൽ ഡിസർട്ടേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്, അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും ത്രൂ ഡിസർട്ടേഷൻ അബ്സ്ട്രാക്ട് ഇൻ്റർനാഷണൽ. ഇവർ ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഡോക്ടോറിയൽ ഡിസർട്ടേഷൻസ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അബ്സ്ട്രാക്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു സോഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിസർട്ടേഷൻ അബ്സ്ട്രാക്ട് ഇൻ്റർനാഷണൽ. ഓക്കെ, ആൻഡ് 7th one is സൂപ്പർവൈസേഴ്സ് ഓർ റിസർച്ച് പ്രൊഫസേഴ്സ്. സോ നേരത്തെ പറഞ്ഞ സോഴ്സസിൽ നിന്നും മാറി കുറച്ചും കൂടെ നമ്മളെ ഗൈഡ് ചെയ്യുന്ന സൂപ്പർവൈസേഴ്സ്, റിസർച്ച് പ്രൊഫസേഴ്സിനെ നമുക്ക് സോഴ്സസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ദേ ഓഫൻ നോ ദ ലിറ്ററേച്ചർ വെൽ ആൻഡ് ആർ ഏബിൾ ടു ഗൈഡ് റിസർച്ചർ in the right direction. So
സോ സൂപ്പർവൈസേഴ്സിന് അല്ലെങ്കിൽ റിസർച്ച് ഗൈഡിന് റിസർച്ചറെ നല്ലൊരു ഒരു ഗോളിൽ എത്തിക്കാൻ അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാൻ പോസിബിളായിട്ടുള്ള കുറേ പേരുണ്ട്. സോ ദേ ഷുഡ് ബി കൺസൾട്ടഡ് ആൻഡ് ദെയർ സജഷൻ ആൻഡ് അഡ്വൈസ് ഷുഡ് ബി കെയർഫുള്ളി അനലൈസ്ഡ്. സോ ഇതിൽ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേ റിസർച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും മോസ്റ്റ് ഓഫ് ദ ഗൈഡ്സ്. സോ അവരെ കൺസൾട്ട് ചെയ്യലും കൺസിസ്റ്റൻ്റായിട്ട് കൺസൾട്ട് ചെയ്യുക, അവരുടെ സജഷൻസും അഡ്വൈസും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു റിസർച്ചും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. സോ സൂപ്പർവൈസേഴ്സും റിസർച്ച് പ്രൊഫസേഴ്സും അനദർ എക്സാമ്പിൾ ഓഫ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. സോ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇത്രയും റിസോഴ്സസും സോഴ്സും കാര്യങ്ങളൊക്കെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിന് അവൈലബിൾ ആണെങ്കിലും ഒരുപാട് ക്രിറ്റിസിസം നേരിടുന്ന ഒരു കോൺസെപ്റ്റാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. സോ ദ പ്രോസസ് ഓഫ് റിവ്യൂയിങ് ലിറ്ററേച്ചർ ഇറ്റ് സെൽഫ് ഹാവ് ക്രിറ്റിസിസം. മെയിനായിട്ടുള്ളൊരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ജഡ്ജ്മെൻറ്റിന് പോസിബിലിറ്റി ഉള്ള ഒരു കോൺസെപ്റ്റാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇനെവിറ്റബിളി ദി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫൈൻഡിങ്സ് ഇൻസൈഡ് ഡിറൈവ്ഡ് ദ മാനർ ഇൻ വിച്ച് കൺക്ലൂഷൻസ് ആർ ഡ്രോൺ ആർ സോൺലി ഡിപ്പെൻഡ് അപ്പോൺ ദ ജഡ്ജ്മെൻറ്റ് ഓഫ് ദി റിവ്യൂവർ. അപ്പോൾ നമ്മൾ ഒരുപാട് ബുക്കുകൾ റിവ്യൂ ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൻ്റെ ആ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ റിവ്യൂ ചെയ്ത ആളുടെ സബ്ജക്റ്റീവായിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് അതിനെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇൻ അതർ വേർഡ്സ് സച്ച് റിവ്യൂസ് ഫാൾ പ്രേ ടു ദ വാട്ട് ഈസ് കാൾഡ് സബ്ജക്റ്റീവ് ജഡ്ജ്മെൻറ്റ്. സോ സബ്ജക്റ്റീവ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ നല്ലോണം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ഡ്രോബാക്ക് ആയിട്ട് തന്നെയാണ് റിസർച്ചേഴ്സ് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഇൻഡെക്സ് കാർഡാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ആൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.